ഹലോ പ്രിയമുള്ളവരെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, എല്ലാവരും പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണ്, എല്ലാവരും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. യൂട്യൂബ് വഴിയും ഫേസ്ബുക്ക് വഴിയും മറ്റ് ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് വഴിയൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഒന്നും കൂടി നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളെല്ലാവരും വോട്ട് ചെയ്യാൻ അവകാശപ്പെട്ടവരാണ്, വോട്ട് ചെയ്യുന്നവരാണ്. വോട്ട് ചെയ്യുമ്പോൾ ബൂത്തിൽ ചെന്നിട്ട് നമ്മൾ വൈകല്യമുള്ളവരെ വോട്ട് ചെയ്യിപ്പിക്കും, സുഖമില്ലാത്തവരെ അല്ലെങ്കിൽ കണ്ണ് കാണാത്തവരെ നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. പലരും പല രീതിയിൽ വോട്ട് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ സ്വന്തമായിട്ട് അറിയുന്നവരുണ്ടാവും, അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുന്നവരുണ്ടാവും. എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ട് നിങ്ങൾ വോട്ട് ചെയ്യുള്ളൂ. ഓക്കെ, പക്ഷേ വോട്ട് ചെയ്യുമ്പോൾ ഒരൊറ്റ കാര്യം മാത്രം നല്ലോണം ശ്രദ്ധിക്കുക. ഒന്ന്, നമ്മളിപ്പോൾ കൈപ്പത്തിക്കാണോ, അരിവാൾ ചുറ്റിക, അല്ലെങ്കിൽ മറ്റുള്ള ഗ്യാസ് കുറ്റി, ഏതിനാണോ, ഏത് ചിഹ്നത്തിനാണോ വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ഉദ്ദേശിക്കുന്ന ചിഹ്നം തന്നെയാണോ നമ്മൾ ബട്ടൺ അമർത്തുമ്പോൾ ലൈറ്റ് കത്തുന്നത് എന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഉദ്ദേശിച്ച ചിഹ്നത്തിൻ്റെ നേരെ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ആ ഉദ്ദേശിച്ച ചിഹ്നത്തിൻ്റെ നേരെ തന്നെ ലൈറ്റ് കത്തണമല്ലോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ല, ഇപ്പം നമ്മൾ UDF അല്ലെങ്കിൽ LDF അല്ലെങ്കിൽ മറ്റുള്ള ഏത് സ്ഥാനാർത്ഥിക്ക് ആയിക്കോട്ടെ, നമ്മൾ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച സ്ഥാനത്തിൻ്റെ നേരെ തന്നെയാണോ, ആ ചിഹ്നത്തിന് നേരെ തന്നെയാണോ ലൈറ്റ് കത്തിയത് എന്ന് ഉറപ്പിച്ചിട്ട് അത് വിരലെടുക്കാവൂ. ഓക്കെ. രണ്ട്, അതല്ല, നമ്മൾ ഉദ്ദേശിച്ച ചിഹ്നത്തിൻ്റെ നേരെയല്ല ലൈറ്റ് കത്തിയത്, തൊട്ടപ്പുറത്തെ ചിഹ്നത്തിൻ്റെ നേരെയാണ് ലൈറ്റ് കത്തിക്കണമെങ്കിൽ അപ്പോൾ നിങ്ങൾ അവിടെ ബൂത്തിൽ അറിയിക്കണം. അറിയിച്ചിട്ട് അതിന് വേണ്ട പരിഹാരം കണ്ടിട്ടേ പോരാൻ പാടുള്ളൂ. ഓക്കെ. കാരണം ആരും പ്രശ്നമല്ല, ആരും മോശമാക്കാൻ വേണ്ടി പറയല്ല. ചിലപ്പോൾ ചില മെഷീനുകൾക്ക് തകരാറ് സംഭവിക്കും. ഇലക്ട്രോണിക്സ് അല്ല, ഒക്കെ ഇലക്ട്രിക് സാധനങ്ങളല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഷോർട്ടുകൾ വന്നാൽ പോലും ലൈറ്റ് മാറി കത്തും. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യുക. വോട്ട് നമ്മുടെ അവകാശമാണ്, നമുക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം കൂടി നമുക്കുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവരും അവനാൻ ഉദ്ദേശിച്ച ആൾക്ക് അതിമനോഹരമായിട്ട് വോട്ട് ചെയ്യുക. എല്ലാ വോട്ടും നല്ലതിന് വേണ്ടി ഉപയോഗിക്കുക. ജയിക്കുന്നവരൊക്കെ നല്ലതിന് വേണ്ടി പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ.